ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സമയത്ത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും പറയാണ്, ക്ഷമിക്കേട്ടോ. അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അല്ലേ. ഹെലൻ ഓഫ് സ്പാർട്ട പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി മദ്യപിച്ച് വണ്ടി ഓടിച്ചു. NH-67 വണ്ടി നടു റോട്ടിൽ അങ്ങ് പാർക്ക് ചെയ്തു. ഇതൊരു പൊതുശല്യമായി മാറിയപ്പോൾ പോലീസ് എത്തി. മാഡം പോലീസിനെ കണ്ട വഴി വണ്ടി എടുത്തങ്ങ് ഹൈ സ്പീഡിൽ പോയി. അപ്പം ഡ്രങ്ക് ആയിരുന്ന വ്യക്തി എത്ര ദൂരം എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് പോവും. ആള് ടയേർഡായി വണ്ടി അങ്ങ് സൈഡാക്കി. അങ്ങനെ പോലീസുകാർക്ക് കീഴടങ്ങി എന്ന് വേണം പറയാനായിട്ട്. പോലീസ് കയറി പരിശോധിച്ചു. പിന്നെ ഈ നമുക്കറിയാം ആളുകളെ കൊണ്ട് ഊതിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ. അങ്ങനെ ഊതിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആള് മദ്യപിച്ചിട്ടുണ്ടെന്ന്. അപ്പം 1 ml കുടിച്ചാലും 10 ml കുടിച്ചാലും 30 ml കുടിച്ചാലും ഒക്കെ റിസൾട്ട് വരുമ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ശരീരത്തിൽ എന്നുള്ളതാണ് റിസൾട്ടിൽ വരിക. നിങ്ങൾ എത്ര കുടിച്ചു, നിങ്ങൾ 1 ബോട്ടിൽ ബിയറാണോ കുടിച്ചത്, 2 ബോട്ടിലാണോ, അതോ കുറച്ചും കൂടി കൂടിയ സാധനമാണോ അടിച്ചത് എന്നൊന്നുമല്ല വരിക. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അല്ലേ. അതിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾക്ക് FIR ഇട്ടതും പിഴ ചുമത്തിയതും. ഇത് നടന്നിട്ട് 2 ദിവസമായി. ഇന്നാണ് താങ്കൾ എക്സ്പ്ലനേഷനുമായിട്ട് വന്നതല്ലേ. എങ്ങനെ വന്നു? ഇത് വേറെ ആളുകൾ കുത്തിപ്പൊക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങളെപ്പോലൊരാൾ ഞാൻ ഇന്നത് ചെയ്തു, സോറി മൈ ഫോളോവേഴ്സ്, സോറി മൈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു വന്നത് അല്ലേ. ഇല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒളിത്താവളത്തിൽ ഇരിക്കുള്ളൂ. നിങ്ങൾ ഒളിച്ചോടിപ്പോയെന്നോ, നിങ്ങൾ മിസ്സിംഗ് ആണെന്നോ, ഒളിവിലാണെന്നോ, നിങ്ങളുടെ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഞാൻ കണ്ടത് ന്യൂസിൽ വന്നത് ആണ്. ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഹെലൻ ഓഫ് സ്പാർട്ട എങ്ങനെ മദ്യപിച്ചു വണ്ടി ഓടിച്ചു കസ്റ്റഡിയിലായി എന്നുള്ളത്. അതിൽ കൂടുതലൊന്നും മേമ്പൊടി ഒന്നും അതുമ്മ ചേർക്കാനില്ല. നിങ്ങളൊരു തൂഫാൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞുണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാഡം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. കാരണം പോലീസ് ആകെ ചെയ്തത് മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കല് മാത്രമായിരുന്നു. പക്ഷേ മാഡം എന്ത് ചെയ്തു? അതിബുദ്ധിയുള്ള മാഡം. പണ്ട് നമുക്കറിയാം ദിലീപിനെ പോലൊരു വ്യക്തി മൊബൈലിലെ ഡേറ്റ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അയച്ചതുപോലെ തന്നെ മാഡം അവിടെ കൊണ്ട് മാഡത്തിൻ്റെ ടെസ്റ്റ് ആൽക്കഹോൾ മാത്രമല്ല ഡ്രഗ്സ് ഉണ്ടോ എന്നറിയാനും കൂടെ മാഡം എന്ത് ചെയ്തു? പൈസ മുടക്കി സ്വന്തം ചെലവിൽ, മാഡത്തിൻ്റെ സ്വന്തം ചെലവിൽ ബ്ലഡിനകത്ത് ഡ്രഗ് കണ്ടന്റ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റും മാഡം ചെയ്തു. ആ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്. കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാനിരിക്കുന്നവർ, കാരണം ഇത്രയും കുത്തിപ്പൊക്കിയ സ്ഥിതിക്ക് നാളെ അവർ പറയും മാഡത്തെ MDMA ആയിട്ടാണ് പിടിച്ചത്, അല്ലെങ്കിൽ MDMA മാഡം ഉപയോഗിച്ചിരുന്നു എന്നല്ല. അപ്പം ആ ഒരു പേരുദോഷം കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു പടി മുൻപിലേക്ക്, അതായത് ഓടുന്ന പട്ടിക്ക് 1 മുഴം മുൻപേ എറിയാന്ന് നാട്ടുകാർ പറയും, ആ ഒരു രീതിയിലേക്ക് മാഡം കടന്നു ചിന്തിച്ചു. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം, താങ്കളെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഒളിവിൽ പോയെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പൊങ്ങി വന്നതിന് ശേഷമാണ് നിങ്ങൾ പൊങ്ങിയത് അല്ലേ. നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, സോറി ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന്. നിങ്ങൾ ആരും ഒന്നും പബ്ലിഷ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അഹാന കൃഷ്ണകുമാറിൻ്റെ പ്രശ്നം ഒരു കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ അന്ന് ഇതുമായിട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ആ അഹാനയൊന്ന് രക്ഷപ്പെട്ടേനെ. എന്താണെങ്കിലും ഇപ്പോൾ കല്യാണി, മൈവേബെ കല്യാണിക്കും അഹാന കൃഷ്ണകുമാറിനും ഒരുവിധം ആശ്വാസമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇര എന്ന് പറയുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. പിന്നെ ഈ പെൺകുട്ടിക്ക് 3 ലക്ഷത്തിന് എബോവ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവരുടെ ഫോളോവേഴ്സിന് ഇവർ കൊടുക്കുന്ന മെസ്സേജ് അല്ലേ. പല കാര്യങ്ങളിലും ഈ പെൺകുട്ടിയുടെ വളരെ
നല്ല രീതിയിൽ അവലോകനം, ഓരോ കാര്യങ്ങളെ നല്ല രീതിയിൽ അവലോകനം ചെയ്തിട്ടുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ട്. കൂടുതലായിട്ടും ഇപ്പം ഡ്രഗ്സിനെതിരെ ആയാലും ഇതിനൊക്കെ എതിരെ, പീഡനം, അങ്ങനെ പലതിനും എതിരെയൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടി. അല്ലാതെ വെറുതെ ഒരു കഷ്ടപ്പാടും ചെയ്യാതെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുത്ത ആളൊന്നുമല്ല. ഞങ്ങൾ ആരും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി? പറ്റിയത് എന്തോ ആവട്ടെ, പിന്നെയും വന്ന് കിടന്ന് ഇതിനെ ഇങ്ങനെ മെഴുകരുത് കേട്ടോ. ഞാനിത് ചെയ്തു, ഇത് സംഭവിച്ചു പോയി, ഓക്കെ, അത് മതി. അത്രയും ആർഭാടം മതി, അതിൽ കൂടുതൽ വേണ്ട. നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്കൻ ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല. ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല കേട്ടോ. മാഡത്തിന് അത് ഒരു വിഷയമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. മാഡം അങ്ങനെ അങ്ങോട്ട് വിഷയമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഒഴുക്കിക്കളയാൻ നിൽക്കണ്ട. താങ്കൾക്ക് വിഷയമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ FIR ഇട്ട് 2-3 ദിവസം വരെ താങ്കൾ പൊങ്ങി വരാതിരുന്നത് അല്ലേ? ആരോ ഒരാൾ കുത്തിപ്പൊക്കി, അതിൻ്റെ പിന്നാലെ മാഡവും പൊങ്ങി. നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റികൾ അല്ലേ, പണ്ടല്ല, കുറച്ച് ദിവസം മുമ്പ് മൈ വേ ബൈ കല്യാണിയെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, ഞങ്ങൾ ബ്യൂട്ടി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ബാക്കി എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊക്കെ കൊളാബ് കിട്ടുന്നു, ഞങ്ങളൊക്കെ കുറച്ചും കൂടി ഹൈ ലെവലിൽ നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊന്നുമില്ല. ശരിയാണ്, ഇതൊന്നുമില്ല. ഞങ്ങൾ പാവപ്പെട്ടവർ, സാധാരണക്കാർ, ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങൾക്ക് പക്ഷേ ബിയർ കമ്പനിയുടെ ഒന്നും കൊളാബ് വേണ്ടായേ. ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളാം. ഇങ്ങനെയൊന്നും ആൾക്കാരെ പറ്റിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അവസാനം ഏറ്റവും മുകളിൽ നിന്ന് പഠോ എന്നും പറഞ്ഞ് ഒറ്റ വീഴ്ചയായിരിക്കും. ഇപ്പോൾ കാണുമ്പോഴേ അറിയാലോ എത്രമാത്രം യൂട്യൂബേഴ്സ് ഈ പറയുന്ന യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷരായിട്ടുണ്ട്. അത് ഏത് മേഖലയിൽ വീഡിയോ ചെയ്യുന്നവരും ആയിക്കോട്ടെ. അതെല്ലാം എന്തുകൊണ്ടാണ്? അവരുടെയെല്ലാം ഫേക്ക് ഐഡൻറ്റിറ്റി സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനിയുണ്ട് ഈ ബ്യൂട്ടി ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ പൊയ് മുഖങ്ങൾ ഇനിയും താഴേക്ക് വരാനുണ്ട്. അതിനകത്ത് ഒരാളായിരുന്നു മൈ വേ ബൈ കല്യാണി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ. പിന്നെ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന നിങ്ങളെയും പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു പട്ടികയിൽ വന്നു. ഇനിയുണ്ട് കുറേ പേര് കേട്ടോ. ഗ്ലാമി ഗംഗയെ പോലെയുള്ള കുറേ ആളുകൾ വഴുതി പോകുന്ന ആളുകളുണ്ട്. അധികം താമസിയാതെ അവർക്കും പിടി വീഴും കേട്ടോ. അപ്പോഴും പാവം റിയാക്ഷൻ വീഡിയോക്കാർ കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ കേട്ടോ. മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ തള്ള് കുറച്ചങ്ങോട്ട് കുറയ്ക്കാം കേട്ടോ ധന്യ. വേറൊന്നും കൊണ്ടല്ല, കോടികൾ ടേൺ ഓവറുള്ള ആസ്റ്റർ മിംസിന് നിങ്ങളെപ്പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആളെയൊന്നും കൊളാബായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ട ഗതികേട് ഇന്ന് ആസ്റ്റർ മിംസിനില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് മൈ വേ ഓഫ് കല്യാണി ചെയ്തത്. അവിടെയൊക്കെ എത്രമാത്രം സെലിബ്രിറ്റികൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് എനിക്ക് കൊളാബ് വേണം. കാരണം എന്താണ്, ഇവരൊക്കെ ഈ കൊളാബ് ചെയ്ത് അതിൻ്റെ സുഖം പിടിച്ചുപോയി. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും ഫ്രീ ആയിട്ട് എല്ലാം എനിക്ക് ചെയ്ത് കിട്ടണം എന്നുള്ള അത്യാർത്തിയുടെ പരിണിത ഫലമാണ് ഇന്ന് ആ പെൺകുട്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങാത്തതിൻ്റെ കാരണം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രിൻ്റഡ് എഡിഷനിലാണ് കാസർഗോഡ് നിന്നും ഈ ഒരു ഹെലൻ ഓഫ് സ്പാട്രയുടെ വാർത്ത കണ്ടത് കേട്ടോ. അത് വേറെ മഞ്ഞപ്പത്രമൊന്നുമല്ല, ഏഷ്യാനെറ്റും സൂര്യയും ഒക്കെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ന്യൂസ് ചാനലുകളാണ്. അവരുടെ ചാനലിൽ വന്ന വാർത്തയാണ്, അല്ലാതെ ഇതാരും എങ്ങൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതല്ല. ചിലപ്പം ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും കേട്ടിട്ട് എവിടെയെങ്കിലും അത് അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇത് കിട്ടിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ്. അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മാഡം സ്വന്തം
കാര്യം സ്വന്തം ജീവിതത്തിലെങ്കിലും ഇങ്ങനെ മറ്റുള്ളവർ ഉപദേശിക്കുന്ന പോലെ കുടിക്കരുത്, വലിക്കരുത്, പീഡിപ്പിക്കാൻ പോവരുത് എന്നെല്ലാം പറഞ്ഞ് വലിയ വായിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ സംസാരിക്കുമ്പോൾ ഓർക്കണം എനിക്കിതുപോലൊരു FIR ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. കേട്ടോ? അപ്പോൾ ഇനി നല്ല രീതിയിൽ മുൻപോട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്യാം. നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് മെഴുകരുത്, അത്രേ ഉള്ളൂ. ശരിക്കും ഓപ്പറേഷൻ തുഫാനും MDMA ഒന്നും പേര് എടുത്തിട്ടുണ്ട് യാതൊരു ആവശ്യമില്ല. ക്ലിയർ ആയിട്ട് ഞാൻ അതിനകത്ത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇത്രേ ഉള്ളൂ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യപിച്ച് വാഹനം ഓടിച്ചു, NH-65 നടുക്ക് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു, പോലീസ് വന്നു, അത്രേ ഉള്ളൂ. ഫൈൻ എഴുതി കൊടുത്തു. അതിനെന്തിനാണ് മോളെ ഇത്രമാത്രം വലിയൊരു കഥയുണ്ടാക്കുന്നത്? കഥ നരേറ്റ് ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും കഴിവുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ആ കഴിവിനെ അംഗീകരിക്കുന്നു. ഇനി ഒരുപാട് മെഴുകണ്ട. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.